ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ സമരത്തിനെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഉണ്ണി പറഞ്ഞ കാഫ്കയുടെ കഥയുടെ ഒരു അനുബന്ധമായിട്ട് തന്നെ ഞാൻ തുടങ്ങാം. അതായത് ഉണ്ണി പറഞ്ഞ 2 വാതിലുകളുണ്ട്. ഒരു വാതിലിൽ കാവൽക്കാരൻ നിൽക്കുന്നു. ആ കാവൽക്കാരനുള്ള ഡോറിലൂടെ നിയമത്തെ അന്വേഷിച്ച് വരുന്ന ആള് അദ്ദേഹത്തിന് ആ വാതിൽ കിടക്കാൻ കഴിയുന്നില്ല. അപ്പുറത്തെ വാതിലിലൂടെ നിങ്ങൾ കിടക്കുകയായിരുന്നെങ്കിൽ അവിടെ കാവൽക്കാരനില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കിടക്കാമായിരുന്നു എന്ന് അവസാന കാലത്ത് അയാളോട് പറയുന്നു. അപ്പൊ ആ വാതിലെന്ത് ഏതാണെന്ന് ആലോചിക്കണം. ആ വാതിലെന്ന് പറഞ്ഞാൽ അധികാരമുണ്ടാക്കിയ നിയമത്തിന്റെ വാതിലാണ്. അവിടെ എനിക്ക് വിധേയപ്പെടുന്ന അധികാരത്തിന്റെ വാതിൽ കടന്നു വരാൻ ആർക്കും അവകാശമുണ്ട് എന്നാണ് കാഫ്ക അതുകൊണ്ട് ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ഒരു അനുബന്ധം എന്ന് പറയുന്നത് അതാണ്. അതായത് അധികാരത്തിന് വഴങ്ങുന്ന വാതിലിലൂടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് വരാം. അതേസമയം നിയമത്തെ അനുസരിച്ചാൽ, അതായത് കൃത്യമായ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ജനാധിപത്യ സ്വഭാവമുള്ള മനുഷ്യർക്ക് കടന്നു വരേണ്ട വാതിലിൽ കാവൽക്കാരനുണ്ടായിരിക്കും എന്നാണ് കാഫ്ക ആ കഥ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിന് അനുബന്ധമായിട്ടൊരു കഥ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിരുന്നു. നിങ്ങളെല്ലാം കേട്ട് കാണും ചിലപ്പോൾ. കിസ്സ കുർസിക്ക എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു സിനിമയായിരുന്നു. അത് അന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ സഞ്ജയ് ഗാന്ധിയെ വിമർശിക്കുന്ന ഒരു സിനിമയായിരുന്നു. സ്വാഭാവികമായിട്ടും ആ സിനിമ സെൻസർ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എല്ലാവരും വിചാരിച്ചു. അതിന്റെ സംവിധായകരും നിർമ്മാതാവൊക്കെ വിചാരിച്ചു. പക്ഷെ അന്നത്തെ ഈ സെൻസർ ബോർഡിലുള്ള മെമ്പേഴ്സ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അത് പ്രദർശനത്തിന് അനുയോജ്യമാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അന്നത്തെ ഭരണകൂടം പല പല കാരണങ്ങളാൽ അതിന്റെ പ്രദർശനം തടയാൻ നോക്കി. അപ്പൊ അന്ന് ഈ നേരത്തെ പറഞ്ഞില്ല, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ അവര് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കട്ട് ചെയ്യാനിരിക്കുന്നവരല്ല, ഞങ്ങൾ സെൻസർ ബോർഡല്ല എന്നുള്ള വാക്കുകൾ തന്നെയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കട്ട് ചെയ്യാനിരിക്കുന്നവരല്ല, ഞങ്ങൾ ഇതിന്റെ യോഗ്യത പരിഗണിച്ച് അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഭരണകൂടത്തെ വിമർശിക്കാൻ ഏത് കലാകാരനും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ജനങ്ങൾ കാണണം. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ സെൻസർ ചെയ്യാൻ അനുവദിച്ചത് എന്ന് പറഞ്ഞ ആർജവം ഉണ്ടായിരുന്ന സെൻസർ അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സെൻസർ അംഗങ്ങളെ അതുകൊണ്ട് തന്നെ പിന്നീട് ആ അംഗങ്ങളെ മുഴുവൻ പുറത്താക്കുന്നതിന് മുമ്പ് പല അംഗങ്ങൾ രാജിവെച്ചു പോയി. കാരണം അവിടെ ഒരു രാജാവിനും വഴങ്ങുന്ന ആൾക്കാരായിരുന്നില്ല സെൻസർ അംഗങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്കറിയാം, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നവർ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനാണ് ഭയപ്പെടുന്നത്? തീർച്ചയായും രാജാവിനെ തന്നെയാണ്. അജ്ഞാതനായ അല്ലെങ്കിൽ അങ്ങനെ ഒരു അജ്ഞാത ശക്തിയെ അവർ ഭയപ്പെടുന്നു. അപ്പൊ ഭയം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. എല്ലാവരെയും ഭയപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് ഭരണകൂടം മാറുമ്പോൾ കോടതിയെ മാത്രമാണ് ഇപ്പൊ നമുക്ക് ആശ്രയിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി ഇത് പരിഗണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അനുകൂലമായ ഒരു വിധി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ കോടതിയെ നമുക്ക് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാമെന്ന് മറ്റു പല വിധികളെയും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പേരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ബംഗാളിൽ നമുക്കറിയാം, ഒരു കാഴ്ച ബംഗ്ലാവിൽ 2 സിംഹങ്ങളാണോ പുലിയാണെന്ന് എനിക്കറിയില്ല, പേരിട്ടു. ആ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൺസിംഹത്തിന് അക്ബർ എന്നും പെൺസിംഹത്തിന് സീത എന്നുമായിരുന്നു. അങ്ങനെ പേരിട്ട് കഴിഞ്ഞപ്പോൾ അത് അവിടുത്തെ ഈ മൃഗശാലയിലുള്ള ജീവനക്കാരുടെ ഒരു താല്പര്യത്തിന് അവരിട്ട പേരാണ്. അത് വലിയ വിവാദമായി. അത് കോടതിയിലെത്തി. കോടതി പറഞ്ഞ് പേര് മാറ്റാൻ. അക്ബറും സീതയും കൂടെ ഒരു കൂട്ടിൽ ഒരുമിച്ച് കിടക്കാൻ പാടില്ല എന്ന് കോടതി വിധിയാണെന്ന് ആലോചിക്കണം നിങ്ങൾ. അതായത് മൃഗങ്ങളോടാണ് ഈ ക്രൂരത. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു കോടതി നടത്തിയ പുറപ്പെടുവിച്ച വിധിയാണത്. മൃഗങ്ങളായാലും പോലും അക്ബർ എന്നുള്ള പേരിലോ സീത എന്നുള്ള പേരിലോ ഒരു കൂട്ടിൽ കിടക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു വിധി വന്ന നാടാണ്. അപ്പൊ പേരിടുമ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പൊ മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ കാഞ്ചന സീത എന്ന് പറയുന്ന ഇപ്പൊ പല സിനിമകളുടെ പേര് നമ്മളിവിടെ പറഞ്ഞു. അരവിന്ദേട്ടന്റെ സിനിമയാണ് കാഞ്ചന സീത. ആ കാഞ്ചന സീത എന്ന് പറയുന്ന സിനിമക്ക് ആ വർഷത്തെ മികച്ച സിനിമക്കുള്ള നാഷണൽ അവാർഡും മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡും അരവിന്ദേട്ടൻ കിട്ടിയ സിനിമയാണ്. ആ സീതയിലെ രാമൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ലക്ഷ്മണൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സീത ആരാണെന്ന് അറിയാമോ? ആദിവാസികളാണ്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ആദിവാസി ഒരു ഗോത്ര നേതാവാണ് രാമൻ. ആ സിനിമയിൽ രാമൻ രാജാവായിരിക്കുന്ന ഒരു ഗോത്രത്തിലെ രാജാവാണ്. അവിടുത്തെ രാജ്ഞി എന്ന് പറയുന്നത് ഗോത്രത്തിലെ സ്ത്രീയാണ് സീത. അന്ന് സെൻസർ ചെയ്തത്, അന്ന് പ്രദർശിപ്പിച്ചു. ഇന്നും ഇന്ത്യയിലെ മികച്ച സിനിമകളിലൊന്നായിട്ട് നമ്മൾ കാഞ്ചന സീതയെ വിലയിരുത്തുന്നുണ്ട്.
കാഞ്ചന സീത എന്നുള്ള പേര് മാറ്റാൻ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രാമൻ അങ്ങനെ ഗോത്ര സമൂഹത്തിൽപ്പെട്ടതല്ല എന്ന് ഇവിടെ ഒരാളും പ്രശ്നം ഉണ്ടാക്കിയില്ല. ഒരു സവർണരും അതിനെതിരെ കൊടി ഉയർത്താൻ വന്നില്ല. അപ്പൊ അത്രയും സഹിഷ്ണുത ഉണ്ടായിരുന്ന ഒരു മഹാരാജ്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക് പണ്ട് മുതൽ ആലോചിച്ചറിയാം. ഇപ്പം എല്ലാവരും ഉദാഹരിക്കുന്ന കാര്യമാണ് എം ടിയുടെ നിർമാല്യം എന്നുള്ള സിനിമ.